ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ ഇപ്പോൾ എണീറ്റിട്ടുണ്ട്. രാവിലെ അല്ല, നല്ല ലേറ്റായി. നല്ല എണീറ്റിട്ടുണ്ട്. ഇനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. പറ്റുമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങ് എടുക്കുവാണെങ്കിൽ ഞാൻ അതും കൂടി ഷൂട്ട് ചെയ്യാം. അവർക്കൊക്കെ തെളിച്ചാണ് കഴിച്ചത്, എന്നാലും കോട്ടാവി വരുമല്ലോ. അപ്പോൾ ഞാൻ പോയി ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്യാൻ നോക്കാം. എന്തെങ്കിലും റെസിപ്പിയും കൂടെ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. അത്രയേ ഉള്ളൂ. ഒരപ്പം, കടലക്കറി, ഒരു പപ്പടം. അപ്പോൾ ഇത് കഴിക്കാം. കട്ടൻ ചായ ഉണ്ട്. ഈ ബന്നും കൂടെ ഞാൻ മിക്കവാറും കഴിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹായ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. 4 മണിയായിട്ടുണ്ട്, 17-ാം തീയതി മെയ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചധികം പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്. ഇപ്പോൾ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഇത് അനങ്ങൂല എന്ന് തന്നെ പറയാം. വളരെ കുറച്ച് എനിക്ക് ഒരു ദിവസം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പഠിച്ചു, ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടു, അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യണം, ഞാൻ ഈ പ്രോസസ്സ് ട്രസ്റ്റ് ചെയ്യണം, ഞാൻ ഈ പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകണം എന്നൊക്കെ എനിക്ക് തോന്നാൻ വേണ്ടി എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സയൻസ് എടുത്ത് വെച്ചാണ് ഇന്ന് പഠിച്ചത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ പഠിക്കണത്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ പഠിച്ചിട്ട് ഇനി പറ്റുമെങ്കിൽ ഒന്ന് ബേക്കറി പോകണം. എനിക്ക് പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്നാക്സ് ഭയങ്കര നിർബന്ധമാണ്. അൺഹെൽത്തി ആണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ കഴിച്ചാലേ പറ്റുള്ളൂ. ഞാൻ പോയി കുറച്ച് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാൻ പോകുമെന്ന് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ മിക്കവാറും ബ്രദറിൻ്റെ കൂടെ ഇപ്പോൾ 4 മണിയായില്ലേ, അപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഒന്ന് പോയിട്ട് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും മാർജിൻ ഫ്രീയിലോ അല്ലെങ്കിൽ ബേക്കറിയിലോ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് വെച്ചേക്കാൻ പറ്റും. കുറച്ച് വീതം കഴിച്ചാൽ മതി, ഒരുപാട് കഴിക്കണമെന്നില്ല, ലൈറ്റായിട്ട് കുറച്ച് കഴിച്ചാൽ മതി. പക്ഷേ എന്തെങ്കിലും കഴിക്കണം, അതെനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്നാക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അത് ഞാൻ അടുത്തൊരു ഷോർട്സ് ആയിട്ട് എങ്ങാനും അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ വ്ളോഗിൽ മൊത്തത്തിൽ വരുമ്പോൾ അത് കാണും. ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കുള്ളൂ, കുറച്ച് നേരം ഇരുന്ന് കഴിക്കാൻ പറ്റിയ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ പഠിക്കണ കാണിച്ചു തരാം. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജിയിൽ സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൊരു പോർഷനാണ്. അതായത് ഈ പേജ് പഠിച്ചിട്ട് എനിക്ക് അത്ര ക്ലിയർ ആയില്ല. ഇത് ഇംഗ്ലീഷിലല്ലേ ഞാൻ പഠിച്ചു വന്നത് ഡിഗ്രിക്കൊക്കെ. അപ്പോൾ അത് പെട്ടെന്ന് മലയാളത്തിൽ പഠിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ദഹിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒട്ടും അധികം പഠിച്ചിട്ടില്ലാത്ത പേജിൻ്റെ മുകളിലൊരു ഇൻറ്റു ഇട്ട് വയ്ക്കും, ഇങ്ങനെ ക്രോസ് മാർക്ക് ഇട്ട് വയ്ക്കും. എന്നിട്ട് ബാക്കി ഇങ്ങനെ പഠിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിത്ത് കോശങ്ങളാണ് ഇപ്പോൾ പഠിക്കണം. അപ്പോൾ ഇനി ഇത് പഠിക്കണം, ഇതൊക്കെ പഠിക്കണം. ഞാൻ ടാർഗറ്റ് ചെയ്തേക്കണ ഈ പേജാണ്. ഇന്ന് ഇതുവരെ തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതൊരു 10-15 പേജുണ്ട്. ഞാൻ സാധാരണ 3-4 പേജേ പഠിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇതിൻ്റെ പകുതി പഠിച്ചാലും ഞാൻ ഓക്കെയാണ്, കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി പഠിക്കാം. ഈ പേജും കൂടെ പഠിച്ച് തീർത്തിട്ടായിരിക്കും ഞാൻ പോകണം. ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ തീർത്തിട്ട് ഇതൊക്കെ വന്നിട്ട് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൽ കുറച്ച് ടഫ് പോർഷൻ ഉണ്ട്, എനിക്കറിയാം. എന്നാലും നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആയിക്കോളും, കുഴപ്പമില്ല. ഇത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ നമുക്കിന്നൊരു റെസിപ്പി ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടി എടുത്തതാണ്. ക്രീം ബന്ന് പോലെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ശരിയാവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും കാണിക്കും, എന്നിട്ട് അഭിപ്രായം കൂടി പറഞ്ഞുതരാം. ചക്കയുടെ വേസ്റ്റൊക്കെയാണ്, അപ്പോൾ ഒരുമാതിരി കിടപ്പുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. പിന്നെ ഇവിടെ ഒന്ന് തുടച്ചിടണം. അപ്പോൾ ഞാൻ തുടച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. മാങ്ങ കഴിച്ചിട്ട് അത് തൊലിയാണ് അരിഞ്ഞ് വെച്ചേക്കണം. ഞാൻ നന്നായിട്ടൊന്ന് തുടയ്ക്കട്ടെ. തുടച്ചിട്ട് അടുത്ത ജോലി ചെയ്യാറുണ്ട്. ഒരുവിധം വൃത്തിയാക്കിയിട്ടുണ്ട്, ചെറുതായിട്ട് തുടച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഒന്നുകൂടി തുടയ്ക്കണതുണ്ട്, ശരിയായിട്ടില്ല. അത് നാളെ തുടയ്ക്കാൻ വിചാരിച്ചു.
ഇതിൽ വെറും പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. അതായത് ക്ഷേത്രത്തിൽ നിന്ന് നേദിച്ച വെണ്ണ അവിടെ മിക്സ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് വെറുതെ കളയണ്ടെന്ന് കരുതി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ വെണ്ണയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ക്രീം ബൺ ഉണ്ടാക്കുമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോക്കട്ടെ എങ്ങനെ ആവുമെന്ന്. പിടിച്ചു, അങ്ങനെ പിടിച്ചു, പൊക്കി പിടിച്ചു. എണ്ണ കുറച്ചേ ഉള്ളൂ, എന്നാലും മതി. ഇത് തന്നെ കാണിക്കും, താഴോട്ട് കാണിക്കും. ആ മതി മതി, അങ്ങനെ കാണിക്കും. ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരേ. ഓ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. ഇല്ലേ, പൊടിച്ച പഞ്ചസാര എണ്ണ ഇട്ടിട്ടുള്ള, അതുകൊണ്ട് അത് പെട്ടെന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു ക്രീം, ഒരു സാധാരണ ഈ ബന്നെടുത്ത് ഇതിനെ മുറിച്ചിട്ട് ഇതിനകത്ത് ഇത് വെച്ച് കഴിച്ചു പോകാം. കൊള്ളാമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പിടിച്ചാൽ മതി, അനക്കല്ലേ. പക്ഷേ കാണില്ല. ഇത് സോഫ്റ്റ് ബണ്ണാണ്, അതുകൊണ്ട് മുറിക്കാൻ പാടാണ്. എന്നാലും നോക്കാം. ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം. ക്രീമി ആയിട്ടില്ല, എന്നാലും നമുക്ക് നോക്കാം. ഒരുവിധം ടേസ്റ്റ് ഉണ്ടെങ്കിലും മതിയായിരുന്നു. കാണിക്കും, പൊക്കി കാണിക്കും കുറച്ചുകൂടി. ആ മതി മതി മതി. ശരി, അപ്പം ഞങ്ങളിതൊന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയാമേ. ഓക്കെ, ഞാൻ ഇതൊരെണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാമേ. മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരുന്നു തന്നെ. പക്ഷേ എൻ്റെ ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ല. പഞ്ചസാര കുറച്ചുകൂടി പൊടിയാറുണ്ട്. ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്, ഭയങ്കര ടേസ്റ്റ് ഇല്ല, എന്നാലും ചെറിയൊരു ടേസ്റ്റ് ഉണ്ട്. ക്രീം ബണ്ണൊക്കെ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് അല്ലേ. ഒരാളും കൂടെ കഴിച്ചുകൊണ്ട് അഭിപ്രായം പറയണുണ്ട്, ചേച്ചിയുടെ മോള്. കുഴപ്പമില്ല, പഞ്ചസാര കുറച്ചുകൂടി മിക്സ് ആവാറുണ്ട്. പൊടിച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ കുറച്ച് ക്രീമും കൂടെ ആഡ് ചെയ്യാം, അലിഞ്ഞു പോകാത്ത രീതിയിൽ. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. വെറുതെ ഒന്ന് ബട്ടറും പഞ്ചസാര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ വലിയ മോശം പറയാനില്ല. ഭയങ്കര ടേസ്റ്റും ഇല്ല, ചെറിയ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് തിന്നിട്ട് പോയി കുളിച്ചിട്ട് വരാം, എന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോഴേ സന്ധ്യ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഇന്നിനിയും ചിലപ്പോൾ ഞാൻ ന്യൂട്രീഷൻ കോഴ്സ് ആയിരിക്കും പഠിക്കാൻ, എനിക്കറിയില്ല. ചെറുതായിട്ടൊന്ന് മൂഡ് ഓഫായി, അതുകൊണ്ട് PSC പഠിക്കാനുള്ള എല്ലാ മോട്ടിവേഷനും പോയി. അപ്പോൾ എന്തായാലും നോക്കട്ടെ, എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. ഇനി സന്ധ്യ കഴിഞ്ഞാൽ ടാരോ റീഡിംഗ് ഒക്കെ ഉണ്ട്, നോക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ ബട്ടർ പഞ്ചസാര പൊടിച്ച്, അതായത് വെണ്ണ പഞ്ചസാര പൊടിച്ച് അതിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ബണ്ണ്, നോർമൽ സ്വീറ്റ് ബണ്ണ് വാങ്ങിച്ച് മുറിച്ചിട്ട് അതിൽ തേച്ചാണ് എടുത്തത്. എനിക്കത് കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റായിട്ട് തോന്നി. കഴിച്ചവരൊക്കെ വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലേ ചെയ്ത് നോക്കുക. മിൽക്ക് മെയ്ഡ് ചേർക്കണമെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർക്കേണ്ട ആവശ്യം വലുതായിട്ട് വരില്ല, കുറച്ച് ചേർത്താൽ മതി. കാരണം മിൽക്ക് മെയ്ഡിൽ ഓൾറെഡി മധുരമുണ്ട്. പിന്നെ കുറച്ച് ക്രീമും കൂടെ ചേർത്താൽ ചിലപ്പോൾ നന്നായിരിക്കും. വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒക്കെ എനിക്കറിയില്ല, ഞാൻ ചേർത്തില്ല. എന്നാലും ഒരു ടേസ്റ്റ് വരുമായിരിക്കും.
പിന്നെ ഞാൻ പറഞ്ഞു വന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടി ഒരു നല്ല റിസൾട്ട് കിട്ടാനാണ് സാധ്യത. ഒരു നല്ല ബണ്ണിൻ്റെ ഒരു ടേസ്റ്റ് വരും. ജസ്റ്റ് ബട്ടർ എടുത്ത് റൂം ടെമ്പറേച്ചറിലോട്ട് ആക്കുക. എന്നിട്ട് പഞ്ചസാര പൊടിച്ച് അത് ഇട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ബണ്ണിൽ വെച്ച് ചുമ്മാ കഴിച്ചാൽ മതി. ചായയുടെ കൂടെയൊക്കെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഇതായിട്ട് എനിക്ക് മനസ്സിലായി എല്ലാവരും വാങ്ങിച്ച് കഴിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി കുറച്ചുകൂടി ഉണ്ട്, ഞാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ചുകൂടി ഇരിപ്പുണ്ട്. ബന്നുണ്ട്, ഉണ്ടാക്കിയ മിക്സ് കുറച്ചുകൂടി ഒന്നേ ഇരിപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ പോയി ഒരു ബണ്ണുണ്ടല്ലോ, അത് ഒരു ബണ്ണ് മറ്റേ ഇത് ക്രീം പോലെയൊക്കെ തേച്ച് ബട്ടറും പഞ്ചസാരയും കൂടെ തേച്ച് എടുത്തിട്ട് വന്നില്ല, കഴിച്ചു. അപ്പോൾ എനിക്ക് മധുരമില്ലാത്തൊരു ചായ കുടിക്കാൻ തോന്നി. ഞാൻ മധുരമില്ലാത്ത ചായ വല്ലപ്പോഴും കുടിക്കാറുണ്ട്. ഇന്ന് എനിക്ക് തോന്നി മധുരം ഇട്ട് കുടിക്കേണ്ട, ഇല്ലാതെ ഒരു ചായ കുടിക്കാൻ. സോ ഞാൻ മധുരമില്ലാത്തൊരു ചായയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാം. ബണ്ണിരിപ്പുണ്ട്, ബണ്ണിൻ്റെ ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കും, ടാരോ റീഡിങ് എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സിൻ്റെ എന്തെങ്കിലും പഠിക്കുക, എന്തെങ്കിലും കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങും. അപ്പോൾ എന്തെങ്കിലും വീഡിയോസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇതിൽ വേറെ മെമ്മറി കാർഡിലുണ്ടെങ്കിൽ അതിനെ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒന്ന് ഷോർട്സ് ആക്കി എന്തെങ്കിലും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ മഴ തോരും മുമ്പേ പോയി കണ്ടിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 7:30 കഴിഞ്ഞു, 8 മണി 7:40 അപ്പോൾ ഇനി പ്രത്യേകിച്ച് അങ്ങനെ പരിപാടിയൊന്നുമില്ല. കുറച്ച് മൂഡ് ഓഫാണ്. അത് പിന്നെ വല്ലപ്പോഴുമൊക്കെ മൂഡ് ഓഫ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മൂഡ് ഓഫാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ വെച്ച് അതുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത്ര നേരം വലുതായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല. കുറച്ച് പഠിച്ച്, എനിക്കാണെങ്കിൽ PSC വലിയ ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ അതിങ്ങനെ ഇരിക്കുവാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. ഉടനെ ഒരു തീരുമാനം എടുക്കണം. അത് ഞാൻ എടുത്തതാണ് പഠിക്കാമെന്ന്, എന്നാലും ഒന്നുകൂടി ഒരു തീരുമാനം എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കട്ടെ. അപ്പോൾ ഇന്ന് എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. പഠിക്കണമെന്നുള്ളവർ കണ്ടിന്യൂ ചെയ്യുക. എനിക്ക് ഡയറ്റീഷ്യൻ കോഴ്സും പിന്നെ ടാരോ റീഡിങ്ങും ഫാഷൻ ഡിസൈനിങ്ങും ഡ്രസ്സിൻ്റെ ഷോപ്പും ഒക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ്. യൂട്യൂബും ഒക്കെയാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഞാൻ തന്നെ ഓൺ ബോസ് ആയിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെയുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോമിലേക്ക് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പഠിക്കണം. അപ്പോൾ പഠിക്കണമെന്നുള്ളവർക്ക് താല്പര്യമുള്ളവരൊക്കെ നന്നായിട്ട് പഠിക്കുക. ഒരുപാട് എക്സാമൊക്കെ വരണുണ്ട്. ഏതെങ്കിലും ഒരെണ്ണമൊക്കെ എഴുതി നോക്കുക കയറാൻ പറ്റുമോ എന്ന് ജോലിയിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ചാനൽ ലൈക്ക് ചെയ്തേക്കുക.